വിവാഹം കഴിച്ചെന്നാരോപിച്ച ദമ്പതികളെ കലപ്പയിൽ കെട്ടിയിട്ട് നാടു ചുറ്റിച്ച ക്രൂരതയുടെ വാർത്ത വന്നത് BJP ഭരിക്കുന്ന ഒഡീഷയിൽ നിന്നാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ച യുവാവും യുവതിയുമാണ് നാട്ടുകാരുടെ ക്രൂര ശിക്ഷയ്ക്ക് ഇരയായത്. വീണ്ടും സമാനമായ വാർത്തയാണ് ഒഡീഷയിൽ നിന്നും വരുന്നത്. മറ്റൊരു ദമ്പതികളെയും കാളകളെ പോലെ കലപ്പയിൽ കെട്ടി അപമാനിച്ചിരിക്കുകയാണ് നാട്ടുകാർ. രണ്ടിടങ്ങളിലും ഒരേ ഗോത്രത്തിലെ അംഗങ്ങളായിരുന്നവർ വിവാഹം കഴിച്ചതായിരുന്നു പ്രാകൃത ശിക്ഷയ്ക്ക് ആധാരം. ഒരേ ഗോത്രത്തിൽ നിന്ന് വിവാഹം ചെയ്യുന്നത് ഗോത്രത്തിന്റെ പാരമ്പര്യ മര്യാദകളുടെ ലംഘനമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കലപ്പയിൽ കെട്ടി നാടു ചുറ്റിച്ചതിനു പുറമെ ശുദ്ധീകരണ ക്രിയകൾ കൂടി ഗ്രാമത്തിലെ പ്രമുഖർ ചെയ്തതായും റിപ്പോർട്ടുണ്ട്. ലാണ് പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത മനുഷ്യത്വരഹിതമായ ഇത്തരമൊരു ദുരാചാരം ഈ രാജ്യത്ത് നടന്നതെന്നോർക്കണം. നവോത്ഥാന പോരാട്ടങ്ങളുടെ ചരിത്രം വേരോടുന്ന ജാതിമത വിവേചനങ്ങൾക്കെതിരെയെല്ലാം ശക്തമായ പോരാട്ടം നടന്ന ഒരു രാജ്യത്ത് ഇന്നും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് അംഗീകരിക്കാനേ കഴിയില്ല. ഒഡീഷ എങ്ങനെയാണ് ഇന്നും ഇത്തരം ദുരാചാരങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരിടമായി തുടരുന്നത്? അവിടുത്തെ ഭരണാധികാരികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒഡീഷയിൽ നിലവിൽ BJP ആണ് അധികാരത്തിലുള്ളത്. മോഹൻ ചരൺ മാജിയാണ് മുഖ്യമന്ത്രി. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 147 സീറ്റുകളിൽ 78 പിടിച്ചെടുത്താണ് BJP അവിടെ സർക്കാർ രൂപീകരിച്ചത്. ബിജു ജനതാദൾ അഥവാ BJDയുടെ 24 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചായിരുന്നു അത്. 1998 മുതൽ 2009 വരെ BJP നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അഥവാ NDAയുടെ ഭാഗമായിരുന്നു BJD. ഒഡീഷയിൽ അവർ ഒരുമിച്ച് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും സഖ്യ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. പിന്നീട് 2009 സഖ്യം പിരിഞ്ഞത്. നിലവിൽ ഔദ്യോഗികമായി ഒരു സഖ്യത്തിലും ചേർന്നിട്ടില്ലെങ്കിലും വിവിധ ബില്ലുകളിൽ UPAയെയും NDAയെയും അവർ പിന്തുണച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഒഡീഷയിലെ മനുഷ്യരെ കുറിച്ചാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ രാജ്യത്ത് ഒന്നാമതാണ് കേരളം. എന്നാൽ ഏറ്റവും താഴെയാണ് ഒഡീഷയുടെ സ്ഥാനം. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും എത്രയോ പരിതാപകരമാണ് ഒഡീഷയിലെ സ്ഥിതി. യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മയും രൂക്ഷമാണ്. സാമ്പത്തികമായും വ്യാവസായികമായും മുന്നേറ്റം ഉണ്ടാവുമ്പോഴും ജനങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ പിന്നോട്ടേക്കാണ് സംസ്ഥാനത്തിന്റെ പോക്ക്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ തുല്യത എന്നിവയിൽ പതറുകയാണ് ഒഡീഷ. മനുഷ്യ വികസനത്തിന് കേരളം ഒരു മാതൃകയാണ്. 96% സാക്ഷരതാ നിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം, കുറഞ്ഞ ശിശു മാതൃമരണ നിരക്ക്, ശക്തമായ ഒരു പൊതു ആരോഗ്യ സംരക്ഷണ സംവിധാനം, വികസിത രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന സാമൂഹിക സൂചകങ്ങൾ കേരളം നേടിയിട്ടുണ്ട്. ഉയർന്ന ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ്, ആദിവാസി മേഖലയിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ എന്നിവയെല്ലാം ഒഡീഷ നേരിടുന്ന ഗുരുതര പ്രശ്നങ്ങളാണ്. ഇതിനെല്ലാം പരിഹാരം കാണേണ്ടതും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതുമെല്ലാം സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നിരിക്കെ അക്കാര്യത്തിൽ അമ്പേ പരാജയമാണ് ഒഡീഷയിലെ BJP സർക്കാർ.